കുറച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പക്ഷെ ശൈത്യം കണ്ടില്ലേ. അപ്പൊ അതും കൂടെ അങ്ങനെ ആയപ്പോൾ നിങ്ങളുടെ രണ്ടും മുന്നിൽ ഞാൻ അഭിനയിച്ച് അങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തമാശ പറഞ്ഞ് നിൽക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഇവള് ശൈത്യ അത് പറഞ്ഞല്ലേ ഉള്ളൂ. എന്തിനാ നീ അങ്ങനെ ഞാൻ പണങ്ങിയിട്ടില്ല എല്ലായിടത്തും. എല്ലാവരോടും മിണ്ടെന്ന് കരുതിയിട്ട് എല്ലാവരെയും ഞാൻ പറയട്ടെ ഫുഡ് കഴിക്കുമ്പോ പോലും വിളിച്ചോണ്ട് പോകുന്നില്ല. ഞാൻ അങ്ങനെ നിങ്ങളോട് ചെയ്തോണ്ടിരുന്ന ഇഗ്നോർ ചെയ്യുന്നില്ലേ? ഇനി അങ്ങോട്ട് എന്താവും അറിഞ്ഞൂടാ. ഇന്നത്തെ ഒരു തോന്നു നേരക്കാവും ഞാൻ കയ്യിന് വേണ്ടിയിട്ട് രണ്ടുപേരും റിയലായിട്ട് അഭിനയമല്ല വേണ്ടത്. എനിക്ക് പറ്റത്തില്ല. എന്നാ രണ്ടുപേരും സംസാരിച്ചത് തെറ്റാത്. നീ എന്തിനാ അങ്ങനെയായത്? എനിക്ക് പെട്ടെന്ന് കേട്ടാ ഇവിടെ അനുഭവം സിക്സ് കളിച്ചെന്നപ്പാ. അപ്പൊ ഇവിടെ എല്ലാവരോടും മിണ്ടറാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ പോയി ഞാൻ കണ്ടത്. പിന്നെ വിളിച്ചത് എന്തോ ഭയങ്കര നെഗറ്റീവ് അടിച്ചു. അതും ഈ പ്രേതകഥയൊക്കെ പറഞ്ഞ കൂട്ടത്ത് പോയിരുന്നപ്പോ വിളിച്ചത് ഇവൻ ഈ ആയി നോക്കിയിട്ടൊക്കെ ഫ്രണ്ട് എന്താ ഫ്രണ്ടിന് ടോക്സിക് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ സംസാരങ്ങള്. അപ്പൊ അത് എന്നെ കാണിക്കാൻ വേണ്ടിട്ട് ഇവിടെ മാക്സിമം വിളിച്ചുകൊണ്ട് പോയതുകൊണ്ട് എനിക്കൊരു തോന്നല്. ആര്യന്റെ സംസാരം ഞാൻ പറയാം. ഞാൻ എന്റെ സ്റ്റോറി പറഞ്ഞാൽ ഞാനൊരു ടോക്സിക് ഗേൾഫ്രണ്ട് ആയിരുന്നു. അതിന് നീ ടോക്സിക് ഗേൾഫ്രണ്ട് ഞാൻ പറഞ്ഞോണ്ട് ഇതാക്കുന്നില്ല, ഞാൻ എടുക്കുന്ന ലാഘവത്തിലിരിക്കാകുമ്പോൾ പിന്നെ റിയാക്ട് ചെയ്യുന്നത്. നീ അത് മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. ഇവിടെ എല്ലാവരോടും മിണ്ടുന്ന ഒരു വ്യക്തിയാണ്. അവളെ ആരുടെ വീട്ടിൽ എനിക്ക് പ്രശ്നമില്ല. നീ എന്തിനാ അനുജത്ത് നീ എന്തിനാണ് അനുജ സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പേര് പറയുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ രണ്ടുപേര് പറഞ്ഞ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ അത് അവളുടെ ഇഷ്ടമല്ല. അവൾ കൈ കളിക്കല്ലേ വന്ന. അപ്പൊ അവൾക്കറിയാം അവൾക്ക് ഇവിടെ എങ്ങനെ നിൽക്കണം, ആൾക്കാർക്ക് എങ്ങനെ നിന്നാലേ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് നന്നായിട്ട് അറിയാം. എനിക്കും അറിയാം. എനിക്ക് ആൾക്കാരെ സൂചിപ്പിക്കാനും സ്നേഹിക്കാനും എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്റെ ആരുമല്ല. ഞാൻ ഇവിടെ മെയിൻ കളിച്ച് പോകാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് മിണ്ടിയ ഇവർ ചിലപ്പോ എന്നെ നോമിനേഷൻ ഇടും അല്ലെങ്കിൽ ഇടൂല. അങ്ങനെ എനിക്ക് അതും വേണ്ട. ഇട്ടോട്ടെ. 15 പേരുണ്ടെങ്കിൽ 15 പേര് 15 ഇട്ടോട്ടെ. അല്ല, നിനക്ക് അവരായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് വേണം. വേണമെങ്കിൽ എനിക്ക് നിനക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് നീ അവിടത്തേക്ക് മിണ്ടുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ട. ഞാൻ തിരിച്ചു മിണ്ടും. അത്ര പ്രശ്നം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇത് വന്നില്ല ജയിലിലിടുന്നത്. അപ്പൊ എവിടും ജിസയിലുമായിട്ട് സംസാരിച്ചു. പക്ഷെ ജിസയിൽ ഒന്നും ഇവിടെ മിണ്ടും. പക്ഷെ ഞാനും ജിസയിലാണ് സംസാരിച്ചിട്ട് ജിസയിലൊന്നും ഉണ്ടാറില്ല. അങ്ങനെ മനസ്സിലായില്ലേ? അവിടെ ഞാനും പോകാത്തായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ കള്ള അഭിനയം കാണിച്ചിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. എനിക്ക് താല്പര്യമില്ല, ഇങ്ങനെ പറ്റത്തുമില്ല. അതുകൊണ്ടാണ് ആരത്തും മിണ്ടാതെ ഇങ്ങനെ പോകുന്നത്. ഇവിടെ കഥ പറഞ്ഞപ്പോ അങ്ങനെ കാട്ടിയത് എനിക്ക് വിഷമായി. ആ ദേഷ്യം നീ ഇവളോട് തീർത്തതല്ലേ? ഏത് ആര്യനെ പറഞ്ഞ ഒരുമാതിരിയാക്കിയില്ല. ഇന്നലെ ഞാൻ അതിനകത്ത് കിടന്നപ്പോ ഈ ജിസയിലും കുറെ എനിക്കിത് എന്റെ ആഴത്തിന് പറയണം. നിങ്ങളൊക്കെ നോക്കിയിരിക്കും ആരെങ്കിലും പുറത്തു വന്നെങ്കിൽ പുറത്തു വന്നു. അപ്പോഴാണ് നീ വന്നത്. അപ്പൊ ഞാൻ എവിടെ നിന്ന് വിളിച്ച് സംസാരിക്കും. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ എവിടെ വിളിച്ച് ടിഷ്യൂ പേപ്പർ വേണം മൊത്തക്കാരൻ ഒഴുകിയിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എവിടെ വിളിച്ച് കുറേ വന്നി പോയി പറഞ്ഞല്ലോ. പറഞ്ഞില്ലേ അവിടുത്തെ കാണാനില്ല. ഞാൻ ചെയ്യാമത്തെ ഇപ്പൊ ഇവളാണ് അനു വിളിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ചെല്ലും. ഏത് ജോലിയിലാണെങ്കിൽ പോലും ഞാൻ ഓടിപ്പോവും. പക്ഷെ ഇവള് അവന്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് സമയം എനിക്ക് ഒത്തു പറയുന്നു. ഞാൻ ഹെയർ വെട്ടിക്കൊണ്ടിരുന്നത്. മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഡ്രസ്സ് മൊത്തം ആ സാധനമായിട്ടിരിക്കുക. ഞാൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ ഫുള്ളാവും ഇവിടെ. എനിക്ക് പിന്നെ മൊത്തം ക്ലീൻ ചെയ്യേണ്ടി വരും. അവിടെ ഞാൻ മൊത്തം കഴിഞ്ഞിട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി മുകളിൽ അവിടെ ഇരുന്നില്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഇവളെന്നെ പറയുന്നത് രാത്രി ഇങ്ങനെ അവരുമായിട്ടൊക്കെ ബെഡ്ഷീറ്റ് മൂടിയിട്ടിട്ട് പ്രേതക്കഥ പറയായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ. അതും കൂടെ കേട്ടപ്പോ ഞാൻ ഉള്ളപ്പോ അവിടെ അങ്ങനെ പോവാറില്ല. എന്ന് പറഞ്ഞ ഇങ്ങനെ കഥയ്ക്കൊന്ന് പോയി എന്റെ സംസാരിച്ചിരിക്കും. വിളിച്ചിട്ടില്ല. ഞാൻ ഇല്ലാത്തോണ്ട് നിന്നെ വിളിച്ചതാണ്. അത് ഞാനിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് വിളിക്കുന്നതാണ്. അതൊക്കെ കാര്യം പറയട്ടെ, ഇവിടെ എല്ലാവരോടും മിണ്ടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെടുത്ത നീ ആ സമയത്ത് നീ അത് കെയർലെസ് ആക്കി വിട്ട് പോയി എന്നിട്ട് ഭയങ്കര ഇവരെയൊക്കെ കാണിക്കത്തില്ലേ. അങ്ങനെ ഇരുന്നപ്പോ വിഷമം പോയി. പിന്നെ എനിക്ക് ഒന്നാമത്തെ കാര്യം സത്യം പറയാൻ ഈ കഥ പറയാൻ ഇഷ്ടമില്ല.